പ്രളയഘട്ടം നമ്മൾ കണ്ടു. കേരളം സർക്കാരിനോടൊപ്പം ഒത്തുനിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇടപെട്ട ഘട്ടമാണ് കഴിഞ്ഞ 10 കൊല്ലമെങ്കിൽ ഏകോപനത്തിന്റെ പോരായ്മ എത്രത്തോളം ഭീകരമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇത്തവണത്തെ പ്രളയം. നമുക്കറിയാം, പ്രളയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കേണ്ട വകുപ്പാണ് റവന്യൂ വകുപ്പ്. ആ റവന്യൂ വകുപ്പ് സെക്രട്ടറിക്കാണ് ഏറ്റവും വലിയ പണി. എന്നാൽ ഇത്തവണ ഒരു സ്വതന്ത്രമായി ഒരു ഉദ്യോഗസ്ഥൻ റവന്യൂ സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നു. 6 വകുപ്പിന്റെ ചുമതല ഒരാൾക്കാണ് റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ ചുമതല കൊടുത്തത് പ്രളയ സമയത്ത്. നേരത്തെ റവന്യൂ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയപ്പോൾ ആ ഒഴിവിലേക്ക് ഒരാളെ നിശ്ചയിക്കുന്നതിന് തർക്കം കാരണം സാധിച്ചില്ല. മുഖ്യമന്ത്രിക്ക് ഒരാളെ പേര് അറിയാം, ആ പേര് വേണമെന്ന അഭിപ്രായം. റവന്യൂ മന്ത്രിക്ക് വേറെ പേര് വേണം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേറൊരു പേരുണ്ട്. കോൺഗ്രസിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരാണ്. അങ്ങനെ തർക്കം കാരണം ആ പോസ്റ്റിൽ ഒരു IAS ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ പോലും പറ്റിയില്ല. അവസാനം 6 വകുപ്പിന്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥന് റവന്യൂ വകുപ്പിന്റെ ചുമതല കൊടുത്തു. ഏകോപനം പരാജയപ്പെട്ടു. ക്യാമ്പുകളിലെ സ്ഥിതി നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളൊക്കെ ക്യാമ്പുകളിൽ ഇടപെട്ടവരല്ലേ? LDF സർക്കാരിന്റെ ഭരണകാലത്ത് ഉദ്യോഗസ്ഥരെ പ്രത്യേകം ഓരോ ജില്ലകളിലും മന്ത്രിമാർ വിളിച്ച് ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ മാനസികാവസ്ഥ ചൂണ്ടിക്കാട്ടി അവരോട് നല്ല നിലയിൽ പെരുമാറണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തവണ അങ്ങനത്തെ ഒരു സംവിധാനവും ഇല്ല. മുഖ്യമന്ത്രി തന്നെ അവലോകന യോഗം നടത്തിയത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. പ്രളയഘട്ടത്തിൽ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വന്നിരുന്നു. ഒരു അവലോകന യോഗം നടത്തിയോ? ഉദ്യോഗസ്ഥരെ കണ്ടോ? മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിലാണ് വന്നത്. അവിടെ വന്നിട്ട് നന്നായി ഭക്ഷണം കഴിച്ചു പോയി. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ തീൻമേശയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ചർച്ച എന്താണ്, എന്തൊക്കെ മുഖ്യമന്ത്രി കഴിച്ചു എന്നുള്ള ചർച്ചയിലേക്ക് പോയി എനിക്ക് താല്പര്യമില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു യോഗം വിളിച്ചു ചേർക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അപ്പോൾ സമയമുണ്ടായില്ല? കോഴിക്കോട് ജില്ലയിൽ വന്നു. ഇവിടെ ഒരു മാളിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി വന്നു. ഈ കലക്ടറേറ്റിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു മീറ്റിംഗ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തോ? പ്രളയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നെങ്കിൽ കേരളത്തിന്റെ കോഴിക്കോട് ജില്ലയുടെ സർക്കാർ സംവിധാനം എത്ര നന്നായി ചലിക്കുമായിരുന്നു. അതിന് തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി പിന്നീട് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി പങ്കെടുത്തില്ല. ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥർ കണ്ടുപഠിക്കുന്നത്. ഇത് കണ്ടുപഠിച്ച ഉദ്യോഗസ്ഥർ ഭരണാധികാരികൾക്ക് തന്നെ ഇതിൽ അത്രത്തോളം താല്പര്യമില്ല എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായി ഗൗരവത്തോടുകൂടി ക്യാമ്പിൽ ചിലർ ഇടപെട്ടില്ല. എന്നാൽ നന്നായി കഠിനാധ്വാനം ചെയ്ത് ഇടപെട്ട ജീവനക്കാർ ഉദ്യോഗസ്ഥർ ഒരുപാടുണ്ട്. എന്നാൽ ഇടപെടാത്തവരുമുണ്ട്. അതിന്റെ ഭാഗമായി മോശമായ പെരുമാറ്റമുണ്ടായി. ഭക്ഷണം കിട്ടാത്ത പ്രശ്നം വന്നു. ഒരു ക്യാമ്പ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ വെള്ളപ്പൊക്കം വരാത്ത സ്ഥലത്ത് പ്രത്യേകം നോക്കി സെലക്ട് ചെയ്യുക എന്ന പതിവുണ്ട്. കാരണം ക്യാമ്പിലേക്ക് വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ക്യാമ്പ് നിൽക്കുന്ന സ്കൂളിൽ വെള്ളപ്പൊക്കം ഉണ്ടായി അവിടുന്ന് പിന്നെയും മാറ്റണം. അതുകൊണ്ട് അങ്ങനെ വെള്ളപ്പൊക്കം ഇല്ലാത്ത സ്ഥലം സെലക്ട് ചെയ്യണം. അതുണ്ടായില്ല. പലയിടത്തും ക്യാമ്പിൽ തന്നെ ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതി വന്നു വെള്ളപ്പൊക്കം കാരണം. ഇതിനൊക്കെ കാരണം ഏകോപനമില്ലായ്മയും അഴിമതിയുടെ ഭാഗമായി ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പ്രശ്നമാണ്. അഴിമതിയുടെയും മറ്റ് താല്പര്യത്തിൻ്റെയും ഭാഗമായി ജീവനക്കാർ, നന്നായി പ്രവർത്തിക്കുന്നവർ, നല്ല അനുഭവ സമ്പത്തുള്ളവർ, അവരെയൊക്കെ തന്നെ മാറ്റിയപ്പോൾ ഈ സിസ്റ്റം പൊളിഞ്ഞു. ഇത് തന്നെയല്ലേ കോഴിക്കോട് നിപ്പ ഉണ്ടായപ്പോൾ കണ്ടത്? നിപ്പ ഉണ്ടായപ്പോഴും നമ്മൾ കണ്ടതല്ലേ? ഈ ഘട്ടത്തിലും നമ്മളത് കണ്ടു. DMO കോഴിക്കോട് ഉണ്ടായില്ല. ആരെ DMO ആക്കണമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിലെ 4 ഗ്രൂപ്പിനും 4 അഭിപ്രായം, മുസ്ലിം ലീഗിന് മറ്റൊരു അഭിപ്രായം. അത് തർക്കം കാരണം DMOയെ പോസ്റ്റ് ചെയ്തില്ല. ആദ്യം അവിടെയും ചുമതല കൊടുക്കുകയും. ഇത് കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ല. ആരോഗ്യ മേഖലയിൽ കഴിവുള്ള ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തു. തലപ്പത്ത് മുതൽ വിവിധ തട്ടുകളിൽ ആ ട്രാൻസ്ഫറിങ് നമ്മൾ കണ്ടു. എന്നിട്ട് അവർക്ക് മുകളിൽ അവരുടെ ജൂനിയറായ ആളുകളെ ഇരുത്തുന്ന സ്ഥിതി വന്നു. കേരളത്തിൽ മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? CAയുടെ മുകളിൽ SIയെ ഇരുത്തുന്നത് പോലെ കേരളം മുമ്പ് കാണാത്ത സ്ഥിതി ഉണ്ടായി. ഇങ്ങനെ ഈ 3 മാസം കൊണ്ട് ജീവനക്കാർക്കിടയിൽ കടുത്ത അതൃപ്തി വലിയ നിലയിലേക്ക് ഉയർന്നു വന്നു. മുഖ്യമന്ത്രിയാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം ചേർന്നാൽ ഒരു പത്രസമ്മേളനം നടത്തും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിമാർ നടത്തുന്ന പത്രസമ്മേളനത്തിലെ ഫാക്ട് ചെക്ക്, ഇതിൽ ശരിയേത്, തെറ്റേത്, സത്യമേത്, നുണയേത് എന്ന് പരിശോധിക്കുന്ന സംവിധാനം ചാനലുകളിൽ വന്നു. ഇന്നും ഇപ്പോൾ ഒരു നുണ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറഞ്ഞ നുണ
MDMA കേസിൽ ഒരു പ്രതി പിടിക്കപ്പെട്ടു. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് കൂടിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ യൂത്ത് കോൺഗ്രസ് നേതാവുമായി നല്ല ബന്ധമുണ്ട് എന്നുള്ള ചർച്ച വന്നു. അവർ തമ്മിലുള്ള ചിത്രങ്ങൾ വന്നു, വീഡിയോ വന്നു, ഒക്കെ വന്നു. അപ്പൊ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു 2023 നവകേരള സദസ്സിന്റെ ഭാഗമായി പോലീസ് മർദ്ദനമേറ്റതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അയാളെ പരിചയപ്പെട്ടത്. അപ്പൊ ഇപ്പൊ ഇതാ ചിത്രങ്ങൾ വരുന്നു. അതിനു മുമ്പ് മുഖ്യമന്ത്രി അവരെ പരിചയമുള്ള ചിത്രവും വീഡിയോ ഇപ്പോൾ പുറത്തിറങ്ങി. ഓരോ ബുധനാഴ്ചയും നുണകളുടെ പ്രവാഹമായി മാറുന്നു. അദ്ദേഹം പഠിച്ച കോളേജ് തേവര കോളേജാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രി മന്ത്രിയൊക്കെ ആയാൽ പഠിച്ച കോളേജിൽ ഒരു സ്വീകരണം ഉണ്ടാകും. തേവര കോളേജിലെ സ്വീകരണ പ്രസംഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, 14-ാം വയസ്സിൽ ഞാനിവിടെ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. എന്നിട്ട് ആ കാണുന്ന തെങ്ങിന്റെ മുകളിൽ കയറി. അപ്പോ പ്രിൻസിപ്പാൾ ബൈനാക്കുളർ വെച്ച് നോക്കി, പിന്നീട് എന്നെ വിളിപ്പിച്ചു, ശകാരിച്ചു. ഇതായിരുന്നല്ലോ മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇനി നമ്മുടെ രാജ്യത്തിന് എന്താണ് കുറവ്? 9-ാം വയസ്സിൽ മുതലേ പിടിച്ച ഒരു പ്രധാനമന്ത്രിയും 14-ാം വയസ്സിൽ തെങ്ങും പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമൊക്കെ കയറിയ ഒരു മുഖ്യമന്ത്രിയും എന്തിന്റെ കുറവാണുള്ളത്? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ട്രാൻസ്ഫർ ചെയ്യാൻ ഇനിയും റെഡിയായിക്കൊള്ളൂ, ഞങ്ങൾ ഇനിയും ട്രാൻസ്ഫർ ചെയ്യും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, നല്ല നിലയിൽ കിമ്പളം വാങ്ങാതെ അഴിമതിയില്ലാതെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജോലി ചെയ്യുന്ന ജീവനക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളയാമെന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ അവർ ഒറ്റക്കായിരിക്കില്ല. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇവിടെ ഒരു പ്രസ്ഥാനമുണ്ട്, ഇവിടെ ജനപ്രതിനിധികളുണ്ട്, ഇവിടെ ജനങ്ങളുണ്ട്. അത് മനസ്സിലാക്കണം. ഇത് കേരളം മുമ്പും കണ്ടതാ. അത് മുഖ്യമന്ത്രിക്ക് സമരം എന്താണ് എന്നൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. പക്ഷെ ഞങ്ങളൊക്കെ അത് ചെറുപ്പം മുതലേ തുടങ്ങിയതാ. അതുകൊണ്ട് ഇത്തരം തെറ്റായ നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി പിറകോട്ട് പോകണം. ഇത്തരം തെറ്റായ സമീപനത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിറകോട്ട് പോയി അന്യായമായി ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്ന നിലപാടിൽ നിന്നും ഈ ഗവൺമെന്റ് തെറ്റ് മനസ്സിലാക്കി തിരുത്തി പോകാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും വരും. കഴിവില്ലാത്തവർ അന്യായമായി പലയിടങ്ങളിലും ഇരിക്കുമ്പോൾ അതിന്റെ പ്രയാസം അനുഭവിക്കുക ജനങ്ങളാണ്, സർക്കാരായിരിക്കും അതിന്റെ ഉത്തരവാദികൾ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായ നിലപാടിൽ നിന്ന് സർക്കാർ പിറകോട്ട് പോകണമെന്ന് ഇപ്പൊ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അഭിവാദ്യം.